എൻ്റെ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു. അച്ഛൻ്റെ പാദബിന്ദു അച്ഛൻ പെട്ടെന്ന് മരിച്ചു പോയതുകൊണ്ട് ഞാൻ അന്നൊരു SFIക്കാരനായി. SFI എന്ന് പറഞ്ഞാൽ ഏറ്റവും തരംതാണ് SFI ആയിരുന്നു, തറ SFI ആയിരുന്നു ഞാനന്ന്. അവർക്ക് എന്നെ കോൺഗ്രസ് ആക്കിയേ മതിയാവുള്ളൂ. അങ്ങനെ ഞാൻ ചാലിയടുത്ത് വീട്ടിൽ വെച്ച് കോൺഗ്രസ്സിൽ ചേരുകയാണ്. TP ചന്ദ്രശേഖരനെ കൊന്ന ദിവസം എൻ്റെ അമ്മ എന്ന കോഴിക്കോട് എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ചന്ദ്രശേഖരനെ കൊന്നു. അപ്പോൾ അമ്മ ചോദിച്ചു എന്താ മോനി ചന്ദ്രശേഖരനെ കൊല്ലാൻ കാരണം? അത് അമ്മയെ മാർക്സിസ്റ്റ് പാർട്ടി വിട്ടുപോയിട്ട് ദേഷ്യത്തിന് കൊന്നതാണ്, അയാൾ വേറെ പാർട്ടി ഉണ്ടാക്കിയിട്ട് കൊന്നതാണ്. അപ്പോൾ എൻ്റെ അമ്മേനോട് ചോദിച്ചു ഇത് തന്നെയല്ലേ ഇഞ്ഞും മുരളിയേട്ടനും കോൺഗ്രസും ചെയ്ത പണിയെന്ന്. അപ്പോൾ ഞാൻ ആ വാക്കുകൾ ഇപ്പോഴും മനസ്സിലെടുക്കുകയാണ്. കോൺഗ്രസ്സിൽ വിട്ടുപോയി തിരിച്ചു വന്നവരെ സ്വീകരിച്ച് അവരെ സംരക്ഷിക്കുന്ന സംസ്കാരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലുള്ളത്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ MLA ആയി പതിവന്ന് ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഞാനൊരു ആതിഥേയനായിട്ട് മാത്രമാണ് ഇപ്പോഴും ഓടിയിരിക്കുന്നത്. എന്നോട് ജയിച്ച അന്ന് മുതൽ ശിവമാഷ് സ്വീകരണം തരണം എന്ന് പറഞ്ഞിരുന്നു. ചില ആളുകൾക്ക് ചില കാര്യത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ആലോചിച്ചു സ്വീകരണത്തിന് വരുമ്പോൾ അതിഥിയായി വരണം, അതെനിക്ക് സാധിക്കുമെന്ന്. പക്ഷെ ഒരേ ദിവസം ഞാൻ തട്ടി കൊണ്ടുപോയി. പക്ഷെ അവസാനം അവരെ സ്നേഹനിർബന്ധങ്ങൾക്ക് വഴങ്ങി ഞാനതനുസരിക്കുകയായിരുന്നു. എൻ്റെ ഓർമ്മകൾ ഒരുപാട് കുട്ടിക്കാലത്തേക്കാണ് പോകുന്നത്. ഞാൻ പഠിച്ചത് ഈ സ്കൂളിലാണ്, 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ. അന്ന് 1 മുതൽ 7 വരെ ഞാൻ ക്ലാസ് ലീഡറായിരുന്നു. അത് കഴിഞ്ഞ് ആശ്രമ സ്കൂളിൽ പോയി. അവിടെ നിന്നാണ് ഞാൻ SFIൻ്റെ പ്രവർത്തകനാകുന്നത്. SFIൻ്റെ പ്രവർത്തകൻ സർവകലാശാലയാണ്. എൻ്റെ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു. അച്ഛൻ്റെ പാദബിന്ദു അച്ഛൻ പെട്ടെന്ന് മരിച്ചു പോയതുകൊണ്ട് ഞാൻ അന്നൊരു SFIക്കാരനായി. അവിടെ ഞാൻ സ്കൂൾ ലീഡറായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കൊയിലാണ്ടി ഗവൺമെൻറ് കോളേജിലെത്തി. അവിടെ SFIൻ്റെ മാഗസിൻ എഡിറ്ററായി. SFI എന്ന് പറഞ്ഞാൽ ഏറ്റവും തരംതാണ് SFI ആയിരുന്നു, തറ SFI ആയിരുന്നു ഞാനന്ന്. അന്ന് എൻ്റെ വീടിൻ്റെ തറവാടിൻ്റെ മുമ്പിൽ ഒരു പറമ്പുണ്ട്. ആ പറമ്പിൽ കൊടികൃഷി ചെയ്യുന്ന ആളാണ് ഇരിക്കുന്നത് ദാമേട്ടൻ. മറ്റൊരാളായിരുന്നു നമ്മുടെ വാർഡ് പ്രസിഡൻ്റായിരുന്ന അച്യുതേട്ടൻ. ഇവർ രണ്ടാളും എന്നെ കോൺഗ്രസ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. കോൺഗ്രസ്സിൽ വാ. പിന്നീട് 2 ആൾക്കാരുണ്ട്, 2 പേരും മരണപ്പെട്ടു. ഈ കുറ്റിക്കാട്ടിലെ അമ്മദിക്കുകയും കടവത്തൂരത്തിലെ അമ്മദിക്കുകയും. അവർക്ക് എന്നെ കോൺഗ്രസ് ആക്കിയേ മതിയാവുള്ളൂ. എന്നെ കോൺഗ്രസ്സിൽ വന്ന ശേഷം ഒരുപാട് സഹായിച്ച രാമകൃഷ്ണൻ കൂടി ഇരിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഒരു പിടുത്തവും കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനിത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അന്ന് SFIൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പർ, മാഗസിൻ എഡിറ്റർ, ഇതൊക്കെ ആയിട്ട് പ്രവർത്തിക്കുക. എനിക്കത് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. പക്ഷേ ഒരു SFIൻ്റെ കമ്മിറ്റിയിൽ വെച്ചിട്ട് അമ്പലത്തിൽ പോയി എന്നെ വല്ലാണ്ട് ചീത്ത പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇത് തന്നെ ചാൻസ്. കാരണം സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ കോൺഗ്രസ്. അങ്ങനെ ഞാൻ ചാലിയടുത്ത് വീട്ടിൽ വെച്ച് കോൺഗ്രസ്സിൽ ചേരുകയാണ്. ആ സ്വീകരണം യോഗത്തിൽ പങ്കെടുത്ത ബാലനാരുടെ ഉണ്ട്. അന്നാണ് ഞാനൊരു രഹസ്യം അറിയുന്നത്. ഇവർക്ക് ഈ അജണ്ട എഴുതി കൊടുത്തത് പവിത്രമാഷായിരുന്നുവെന്ന്. കൊടോളി പ്രവീണിനെ കോൺഗ്രസ് ആക്കണം, പവിത്രമാഷ ബുദ്ധിയായിരുന്നതെന്ന് എനിക്ക് അന്നാണ് മനസ്സിലാകുന്നത്. അന്ന് തന്നെ എന്നെ പവിത്രമാഷ വിളിച്ച് പറഞ്ഞു, മോനെ നീ കോൺഗ്രസ്സിൽ സജീവമാകണം, നിനക്ക് ഒരുപാട് ഭാവിയുണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ പവിത്രമാഷൻ്റെ അധ്യാപനം കൂടിയാണ്, എന്നെ പഠിപ്പിച്ച മാഷ് കൂടിയാണ്. മാഷുകാരുടെ ബന്ധം അന്നും ഇന്നും എൻ്റെ ഗുരുദാസ സ്ഥാനത്ത് കാണുന്നതാണ് ഞാൻ പവിത്രമാഷ്. ഇന്നും ഞാൻ എല്ലാ നാലോ വരുമ്പോഴും മാഷ് വീട്ടിൽ പോയി അനുഗ്രഹം വാങ്ങാറുണ്ട്. പല കാര്യങ്ങളിലും ഞാൻ ഉപദേശം തേടാറുണ്ട്. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങിയ ശേഷം പവിത്രമാഷ് ഏറ്റവും കൂടുതൽ തടിക്ക് കൊടുത്ത് വീട്ടിലിരുന്ന് പ്രവർത്തിച്ചത് കൊയിലാണ്ടി സ്ഥാനാർത്ഥിയപ്പോഴാണ്. അങ്ങനെ ഞാൻ KSUവിൽ വന്നു. KSUവിൽ വരുമ്പം എനിക്കൊരു പിടിയില്ല. ഒരാളെ എനിക്ക് എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മദിനിമ ചന്ദ്രശേഖരൻ സാറിൻ്റെ ഒക്കെ ഏറ്റവും അടുത്ത ആളായിരുന്നു, ജീവിച്ചിരിപ്പില്ല. എന്നോടവൻ പറഞ്ഞു, എനിക്ക് ഒന്നും ആവാൻ പറ്റില്ല, നിനക്ക് എല്ലാം ആവാൻ പറ്റും പറഞ്ഞ് എന്നെ കൂട്ടി കോഴിക്കോട് കൊണ്ടുപോയി K. മുരളീധരനെ പരിചയപ്പെടുത്തി. അപ്പോൾ K. മുരളീധരനെ പരിചയപ്പെട്ട സമയത്ത് ഞാനാകെ കുടുങ്ങി. കാരണം അന്ന് മുരളീധരൻ്റെ വിങ്ങിന് എതിർ വിങ്ങാണ് ഇവിടെ മുഴുവനുള്ളത്. കിഴരിലും അതെ, കൊയിലാണ്ടി അതെ. അവിടെയാണെങ്കിൽ മുരളിയേട്ടൻ വേണം, ഇവിടെയാണ് ഇവരും വേണം. വല്ലാത്തൊരു കുടുക്ക് തുടങ്ങി. ആ സമയത്താണ് ചെറിയൊരു പ്രതിഷേധത്തിൻ്റെ ഒരു മാഷൊരു തീരുമാനത്തിൻ്റെ ഭാഗമായി പവിത്രമാഷ് സജീവ രാഷ്ട്രീയത്തിന് വിട്ടു. പവിത്രമാഷ് രാഷ്ട്രീയം വിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് മറ്റേ വിങ്ങിലേക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. കാരണം മാഷക്ക് അത് മാനേജ് ചെയ്യാൻ അറിയായിരുന്നു, ഞാനത് വിടുകയും ചെയ്യായിരുന്നു. മാഷ് വിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, മാഷേ ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്, പാർട്ടിയിൽ അന്ന് 2 ശക്തമായ വിങ്ങാണ്, എനിക്ക് മുരളിയേട്ടൻ്റെ കൂടെ പോകണം. ഇനി എവിടെ പോയി രക്ഷപ്പെട്ടോ, ഞാനെല്ലാം വിട്ടു. അത് കഴിഞ്ഞ് കൊയിലാണ്ടി കിടക്കണം. കൊയിലാണ്ടി ശിവരാമോഷൻ, രാജീവ് മോഷക്കർ 1.5 നേതാക്കളായി നിൽക്കുക. അവരെടുത്ത ആളാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെനിക്കൊരു സമ്മതം തരണം, കാരണം ഇല്ലെങ്കിൽ ഇവിടെ തരം തൊടിക്കില്ല. ഞാനിങ്ങനെ മുരളിയേട്ടൻ്റെ കൂടെ പോവുകയാണ്.
നീ പോയി എന്ത് ആയോട് എന്ന് പറഞ്ഞ് അവർ സമ്മതിച്ച് കെ മുരളീധരനായിട്ടുള്ള വ്യക്തിബന്ധം അവിടെ നിന്ന് ആരംഭിച്ചു. എന്നെ മുരളീധരനെ പരിചയപ്പെടുത്തിയത് മധുര ചന്ദ്രശേഖരനാണ്. പിന്നെ ശങ്കരൻ വക്കീലിനെ പരിചയപ്പെടുത്തിയത് എല്ലാ നേതാക്കളും. മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഈ നേതാവിൻ്റെ വീട്ടിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുപോയതും ആ ചന്ദ്രശേഖരനാണ്. അന്ന് സാറൊരു ചോദ്യം ചോദിച്ചു, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അവിടെ ചന്ദ്രശേഖര, ഇവൻ പഠിക്കൂ നന്നായിട്ട്. ഇതെന്ന് പറയുമ്പോൾ നന്നായി പഠിക്കും. എന്നൊരു വാക്ക് പറഞ്ഞു, നീ രാഷ്ട്രീയത്തിൽ സജീവമാണ്, പക്ഷേ പഠിത്തത്തിൽ ഉഴപ്പരുത്. പഠിത്തത്തിൽ ഉഴപ്പിയാൽ ഞാൻ നിന്നെ അംഗീകരിക്കില്ല. ആദ്യം തന്നെ ഉപദേശം എനിക്ക്. അങ്ങനെ ഈ നേതാക്കന്മാർക്ക് പരിചയപ്പെട്ടിട്ടാണ് KSU വരുന്നത്. KSU ആർട്സ് കോളേജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ജയിക്കാത്ത കോളേജാണ്. ഞാനവിടെ പോയി UUC ആയി. അന്ന് മുതൽ MSFുമായും യൂത്ത് ലീഗുമായും എനിക്ക് ബന്ധമാണ്. ഇസ്മായിൽ സാബ് അന്ന് MSFിൻ്റെ വലിയ നേതാവാണ്. ആ UUC ആയ സമയത്ത് KC വേണുഗോപാൽ എന്ന പ്രസിഡൻ്റാണ്. എനിക്ക് KSUവിൽ മെമ്പർഷിപ്പ് തരുന്നത് PN നിയാസിൻ്റെ അധ്യക്ഷതയിൽ KC വേണുഗോപാൽ കൊയിലാണ്ടിയിലെ ആലിൻ ചുവട്ടിൽ വെച്ചിട്ടാണ്. അന്ന് ഞാൻ KSUവിൻ്റെ കൗൺസിലെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതേ വർഷം തന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ സ്റ്റുഡൻസ് കൗൺസിൽ സെക്രട്ടറിയായി. പിന്നീട് പാർട്ടിക്കകത്തും പുറത്തും പോരാട്ടമായിരുന്നു. പുറത്ത് സമരങ്ങൾ പോകുമ്പോൾ വിഷത്താവുമ്പം പാർട്ടിക്കകത്താണെങ്കിൽ 2 ശക്തമായ വിഭാഗം, ഞാൻ ലീഡറേയും ഒരു ലീഡറേയും കൂടിയായിരുന്നു. ശങ്കരൻ വക്കീലുമായി എനിക്ക് അഭേദ്യ ബന്ധമായിരുന്നു. വളരെ ഒരു വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കാത്ത ബന്ധമായിരുന്നു. പിന്നീട് അങ്ങനെ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറിയായി. അത് കഴിഞ്ഞ് ദീർഘനേരം പുനഃസംഘടന നടന്നില്ല. പിന്നീട് 2002 യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയപ്പോഴും ഞാൻ എന്നോടത്ത് പോയപ്പം സാറെന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, നീ ഈ ഗ്രൂപ്പിൻ്റെ മരമാണ്, നീ ഇത് അവസാനിപ്പിച്ചെങ്കിൽ നീ രക്ഷപ്പെടില്ല, ശ്രദ്ധിക്കണം. എല്ലാ ഗ്രൂപ്പുകളോടും പറഞ്ഞ വാചകമാണ്. എനിക്കത് മനസ്സിലുണ്ട്. പക്ഷേ അന്ന് ഗ്രൂപ്പിൽ നിന്നിക്കില്ല, നിലനിൽപ്പില്ല. അതുകൊണ്ട് ഞാൻ സാറിന് ബോധപൂർവ്വം അല്ലെങ്കിൽ അറിയാതെ ധിക്കരിച്ചൊക്കെ ഗ്രൂപ്പിൻ്റെ ആളായിട്ട് പോയി. പിന്നീടാണ് പാർട്ടി പൊള്ളുന്നത്. പാർട്ടി പൊള്ളുന്നപ്പോൾ സ്വാഭാവികമായും ലീഡറോടും മുരളീധരൻ്റെ കോർണറുമായിട്ട് DICയിലേക്ക് പോയി. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നൊരു കാലമുണ്ട്. അവിടെയാണ് ഈ നേതാവിനെ ഞാൻ ഓർക്കുന്നത്. ലീഡർ ആദ്യം തിരിച്ചു വന്നു. പിന്നീട് മുരളിയേട്ടനെ വരണമെന്ന് ആഗ്രഹം വന്നപ്പം മുരളിയേട്ടന് ഇഷ്ടമുണ്ട് വരാൻ, എടുക്കാൻ പാർട്ടി തയ്യാറില്ല. രസകരമായ നാളുകളായിരുന്നു. ഞങ്ങളാണെങ്കിൽ NCP വിടുകയും ചെയ്തു, കോൺഗ്രസ് എടുക്കുന്നുമില്ല. നമ്മളെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇല്ലത്തുനിന്ന് വിടുകയും ചെയ്തു, അമ്മാത്തൊട്ട് എത്തിയില്ലാത്ത അവസ്ഥ ഞങ്ങളെത്തി. ഡൽഹിയിലൊക്കെ പോയി ഇങ്ങനെ നടക്കുക. ഇവിടുന്ന് വലിയ രീതിയിൽ ഞങ്ങൾ കോട്ട് സൂട്ട് കിട്ടു പോകും. ആടെ ഞങ്ങളെ ആരും കാണാനാവില്ല. കാരണം KPCC എതിരാണ്. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഹമന്ത്രിയാണ് ഡൽഹിയിൽ. എല്ലാ നേതാക്കളെയും വിളിക്കും, എപ്പോഴും വേണ്ടി ചോദിക്കും, അപ്പോഴേ കട്ട് ചെയ്യും. കാരണം അത്രയ്ക്ക്, കാരണം ഞങ്ങൾ കുറ്റം പറയുക, കാരണം അത്രയ്ക്ക് ദ്രോഹമാണ് പാർട്ടി വിട്ട് പാർട്ടിക്കെതിരെ ഞങ്ങളൊക്കെ ചെയ്തതും. പക്ഷേ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് ആദ്യമായി ഡൽഹിയിൽ വെച്ച് കോൺഗ്രസ് നേതാവ് അപ്പോയിൻമെൻറ്റ് തരുന്നത് ഈ ഇരിക്കുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ്. അദ്ദേഹം ഞങ്ങൾക്കന്ന് കാപ്പിയാണ് തന്നത്. ആ കാപ്പിക്ക് ഇരട്ടി മധുരമായിരുന്നു. കാരണം അതിലൊരു അവശതയോടെ നടക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുമ്പോൾ അനുഭവിക്കുന്ന മധുരം കൂടി ഞാനതിൽ അനുഭവിച്ചറിഞ്ഞിരുന്നു. അങ്ങനെയാണ് കോൺഗ്രസ്സിലേക്കുള്ള വരവിൻ്റെ വാതിലുകൾ തുറക്കുന്നത്. പിന്നെ ഇദ്ദേഹം മുൻകൈയെടുത്ത് പല നേതാക്കളും സഹകരിച്ച അവസാനം നമ്മുടെ പാർട്ടിയല്ലേ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. നമ്മുടെ പാർട്ടികൾ ഗുണമുണ്ട്. അപ്പോൾ എന്തും പൊറുക്കാനും സഹിക്കാനുള്ള അവസ്ഥയാണ്. എനിക്ക് നമ്മുടെ പാർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മയുണ്ട്. TP ചന്ദ്രശേഖരനെ കൊന്ന ദിവസം എൻ്റെ അമ്മ എന്ന കോഴിക്കോട് എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ചന്ദ്രശേഖരനെ കൊന്നു. അപ്പോൾ അമ്മ ചോദിച്ചു, എന്താ മോനി ചന്ദ്രശേഖരനെ കൊല്ലാൻ കാരണം? അത് അമ്മയെ മാർക്സിസ്റ്റ് പാർട്ടി വിട്ടുപോയിട്ട് ദേഷ്യത്തിന് കൊന്നതാണ്, അയാൾ വേറെ പാർട്ടി ഉണ്ടാക്കിയിട്ട് കൊന്നതാണ്. അപ്പോൾ എൻ്റെ അമ്മേനോട് ചോദിച്ചു, ഇത് തന്നെയല്ലേ ഇഞ്ഞും മുരളിയേട്ടനും കോൺഗ്രസും ചെയ്ത പണിയെന്ന്. അപ്പോൾ ഞാൻ ആ വാക്കുകൾ ഇപ്പോഴും മനസ്സിലെടുക്കുകയാണ്. കോൺഗ്രസ്സിൽ വിട്ടുപോയി തിരിച്ചു വന്നവരെ സ്വീകരിച്ച് അവരെ സംരക്ഷിക്കുന്ന സംസ്കാരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലുള്ളത്. പിന്നീട് ആ പാർട്ടി എന്നെ KP സെക്രട്ടറി ആക്കി. ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി സാറാണ് ഇവിടുന്ന് സ്വീകരണം നൽകിയത്. അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നാദാപുരത്ത് എൻ്റെ ഓരോരുത്തർക്കും ഓരോ മനസ്സിലാഗ്രഹം ഉണ്ടാവും. ഞാനും നല്ല ആഗ്രഹക്കാരനായിരുന്നു. എൻ്റെ ആഗ്രഹം കൊയിലാണ്ടിയിൽ നിന്ന് MLA അവർ തന്നെയായിരുന്നു. പലപ്പോഴും ചിലരൊക്കെ പറഞ്ഞ് മോഹം കയറ്റി ഞാൻ അടിമയായി. പക്ഷെ തിരിച്ചു വന്നപ്പോൾ തോന്നി കൊയിലാണ്ടി കാലാവസ്ഥ തയ്യാറായില്ല. അവസാനം എന്നോട് മുരളിയോട് നാദാപുരത്താവുന്ന മുല്ലപ്പള്ളി സാറാണ് MP. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് ഇന്നത്തെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയാണ് തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹം ലിസ്റ്റ് കാണാൻ പോയപ്പോൾ കൊയിലാണ്ടിൽ എൻ്റെ പേര് കാണുന്നില്ല. ഇദ്ദേഹം പറഞ്ഞ വാചകമുണ്ട്, വൺ ഇമ്പോർട്ടൻറ്റ് നെയിം ഈസ് മിസ്സിംഗ് ഇൻ ദിസ് ലിസ്റ്റ്, വേർ പ്രവീൺ കുമാർ. ഐ ഹാവ് എ കാൻഡിഡേറ്റ് ഇൻ കൊയിലാണ്ടി, ദാറ്റ് ഈസ് പ്രവീൺ കുമാർ. അപ്പോൾ അദ്ദേഹം സാറ് പറഞ്ഞു, ഈസ് നെയിം ഈസ് ഇൻ നാദാപുരം. അപ്പോൾ സാറ് ചോദിച്ചു, ഈസ് എ സിംഗിൾ നെയിം? ഇതൊക്കെ സാറിൻ്റെ കൂടെ അന്ന് അടുത്തുണ്ടായിരുന്ന ഒരാൾ എന്നോടത്തൊക്കെ കൊടുക്കുന്ന സുരേഷ എന്നോടത്തൊക്കെ പറയണത്. ശരി എങ്കിൽ
ഓക്കെ. എന്നിട്ട് എന്നെ വിളിച്ച് ചോദിച്ചു, നീ എന്തിനാടാ നാദാപുരം മത്സരിക്കാൻ പോകുന്നത്? നിൻ്റെ നാടല്ലേ കൊയിലാണ്ടി. ഞാൻ ഒരു സ്ഥലത്ത് പിടിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ്. ശരി, നടക്കട്ടെ, എന്താണ് നടക്കട്ടെ. പിറ്റേത്തെ പ്രാവശ്യം പരാജയപ്പെട്ടു. 5 വർഷം എൻ്റെ ജീവിതം നാദാപുരത്തായിരുന്നു. നാദാപുരത്തെ ജനങ്ങളും ഇപ്പം കൊയിലാണ്ടി MLA ആണെങ്കിലും എനിക്ക് അതേ ബന്ധം നാദാപുരത്തുമുണ്ട്. പ്രിയപ്പെട്ട മുല്ലപ്പള്ളി സാറിൻ്റെ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വന്നു. ആ ജനറൽ സെക്രട്ടറി ആക്കിയതും ഒരാളുടെയും ശുപാർശ കൊണ്ടല്ല, അദ്ദേഹം നേരിട്ട് തന്നെ ജനറൽ സെക്രട്ടറി ആക്കിയതാണ്. അത് കഴിഞ്ഞ് നാദാപുരത്ത് ഞാൻ ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. 79,000 വോട്ട് കിട്ടിയാൽ 75,000 വോട്ട് കിട്ടിയാൽ ജയിക്കുമെന്ന് കരുതി. 79,000 കിട്ടിയിട്ടും തോറ്റു. ആ തോറ്റ സമയത്ത് പിന്നീട് എനിക്ക് തോന്നി ഇനി അത്ര സജീവമായാലൊന്നും നടക്കില്ല, കുറച്ച് ജീവിതമൊക്കെ നോക്കണം തുടങ്ങി. ഫാത്തിമ തഹലേൻ്റെ എൻ്റെയും ജോലിയായ വക്കീൽ പണിക്ക് ഞാൻ കോഴിക്കോട് ഒരു ഓഫീസ് തുറന്നു. ആ ഓഫീസ് തുറന്നത് റിസൾട്ട് വന്നത് മെയ് മാസം 2-നായിരുന്നു. ഞാൻ ഓഫീസ് തുറന്നത് ജൂൺ 2-നും. ഒരു മാസം കൊണ്ട് ഓഫീസ് തുറന്നപ്പോഴാണ് DCC പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരുന്നത്. സാറ് KPCC സ്ഥാനം ഒഴിഞ്ഞ് കെ സുധാകരൻ പ്രസിഡൻ്റായി. അപ്പോൾ അന്ന് എന്നോട് മുല്ലപ്പള്ളി വിളിച്ച് പറഞ്ഞു, യു ആർ ദ ഫിറ്റ് പേഴ്സൺ ടു ബിക്കം ദ DCC പ്രസിഡന്റ്. അന്ന് സാറിൻ്റെയും ഈ VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എല്ലാ നേതാക്കളുടെയും പിന്തുണയോടുകൂടി ഞാൻ DCCയുടെ പ്രസിഡൻ്റായി. ഞാനൊരു കാര്യം എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, സാറിൻ്റെ ഗ്രൂപ്പിൻ്റെ മരമാവരുത് എന്നുള്ള മുല്ലപ്പള്ളി രാമേന്ദ്ര ഉപദേശം ഞാൻ അക്ഷരാർത്ഥത്തിൽ നെഞ്ചിലേറ്റിയത് DCC പ്രസിഡൻ്റായതിനു ശേഷമാണ്. ഒരു ഗ്രൂപ്പ് ഞാൻ കളിച്ചിട്ടില്ല, ഇനിയിട്ട് കളിക്കുകയില്ല. ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ള സത്യവും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. DCC പ്രസിഡന്റ് നിലയ്ക്ക് നിങ്ങളൊക്കെ തന്നെ പിന്തുണ തന്നു. ആ പിന്തുണയിലൂടെ നല്ല ഒരു DCC പ്രസിഡൻ്റെ പേരെനിക്ക് കേൾക്കാൻ സാധിച്ചു. സാറിൻ്റെ പ്രസംഗത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാചകം, ഞാൻ ഇന്ത്യയിലെ കണ്ട DCC ഓഫീസുകളിൽ ഏറ്റവും നല്ലതാണ് കോഴിക്കോട് DCC എന്ന് പറഞ്ഞു. ഇതേ വാചകമാണ് പ്രിയങ്ക ഗാന്ധി വന്ന് ഓഫീസ് കണ്ടപ്പോഴും ഫേസ്ബുക്കിൽ കുറിച്ചത്. അങ്ങനെയാണ് DCC പ്രസിഡൻ്റായ കാലത്താണ് ഞാൻ മുസ്ലിം ലീഗുമായിട്ടുള്ള ആത്മബന്ധം ആരംഭിക്കുന്നത്. നാദാപുരത്ത് ഞാൻ സ്ഥാനാർത്ഥിയപ്പോൾ തന്നെ മുസ്ലിം ലീഗർ എന്നെ നെഞ്ചിലേറ്റ് സ്വീകരിച്ചിട്ടുണ്ട്. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി സാർ എന്നോട് ചോദിച്ചു, നാദാപുരം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, സാർ ഒരു പിയാപ്പിളനെ കൊണ്ടുപോകുമ്പോൾ അവരെന്നെ കൊണ്ടുപോകുന്നത് ലീഗുകാർ കൊണ്ടുപോകുന്നതും. അത്രയ്ക്ക് സ്നേഹബന്ധം ആരംഭിച്ചു. പാണക്കാട് കുടുംബവുമായി വളരെ ചെറുപ്പത്തിലെ ബന്ധമുണ്ട്. ആ ബന്ധം ശിഹാബദങ്ങളുടെ കാലത്ത് തുടങ്ങിയതാണ്. ആ ബന്ധം ഇന്നും സൂക്ഷിച്ചു വരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ 2 ദുരന്തം, ഞാൻ DCC പ്രസിഡന്റ് ആവുന്ന ഇടയ്ക്ക് വെച്ചാണ് എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെടുന്നത്. അമ്മ മരിച്ചപ്പോഴും പാണക്കാട് കുടുംബത്തിൻ്റെ പ്രതിനിധി എൻ്റെ വീട്ടിലെത്തിയിരുന്നു. മുസ്ലിം ലീഗിൻ്റെ പ്രസ്ഥാനവുമായുള്ള കോഴിക്കോട്ടെ മുസ്ലിം ലീഗിൻ്റെ പ്രസ്ഥാനം എൻ്റെ ആത്മബന്ധം ആരംഭിക്കുന്നത് DCC പ്രസിഡന്റിന് ശേഷമാണ്. ഞാൻ TT ഇസ്മായിൽ സാബു റസാഖ് മാഷും പ്രസിഡന്റ് സെക്രട്ടറി വന്നു. ഞങ്ങൾ ത്രിമൂർത്തികളെന്നാണ് വിളിക്കുക. ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, അഭിപ്രായ വ്യത്യാസം കണ്ടെങ്കിൽ നമ്മൾ കക്ഷി പിടിക്കില്ല. താഴെ ഒരു പക്ഷേ കീഴരിയൂരിൽ അല്ലെങ്കിൽ തുറയൂരിൽ അല്ലെങ്കിൽ പേരാമ്പ്രയിൽ ലീഗ് കോൺഗ്രസ് തർക്കമുണ്ടെങ്കിൽ നമ്മൾ കക്ഷി പിടിക്കില്ല. ഞങ്ങൾ കക്ഷി പിടിക്കാതെ മുന്നണിക്ക് വേണ്ടി നിന്നു. അങ്ങനെ UDF ശക്തമായി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്ന സമയത്ത് ഒരുപാട് വെല്ലുവിളി ഉണ്ടായിരുന്നു. എന്നോടൊരു മുല്ലപ്പള്ളി സാറും പല നേതാക്കൾക്ക് സാധിക്കുമോ, പൂർത്തീകരിക്കാൻ സാധിക്കുമോ? പക്ഷെ ഞാൻ എന്നും എൻ്റെ ധൈര്യം, 1 എൻ്റെ ദൈവാനുഗ്രഹവും, 2 എൻ്റെ ആത്മവിശ്വാസവുമാണ്. ആ ആത്മവിശ്വാസം വെച്ചാണ് ഞാൻ മുന്നേറിയത്. എന്നോട് പലരും പൊളിച്ച ബസ് എന്നുള്ള പേര് കിട്ടും, ഇട്ടേച്ച് പോയെന്നുള്ള പേര് കിട്ടും, ഇത് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഫണ്ട് വെട്ടിച്ച ബസ് എന്നുള്ള പേരും കിട്ടും, ഇത് ചെയ്യേണ്ടെന്ന് പലരും ഉപദേശിച്ചു. അപ്പോൾ ഞാൻ ഒന്ന് കാര്യം പറഞ്ഞു, എനിക്ക് കടം വാങ്ങാൻ പേടിയില്ല, ചിലവാക്കുന്നതിന് മടിയില്ല, ആരോപണത്തിന് പുല്ല് വിലയാണ് എനിക്ക്. ആ ധൈര്യം വെച്ച് മുന്നേറി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എല്ലാവരും സഹായിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പെൻഷനിൽ നിന്നും വലിയൊരു തുക തന്ന നേതാവാണ് പ്രിയപ്പെട്ട ശ്രീ മുല്ലപ്പള്ളി സാർ എന്നത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു. ആ ഓഫീസിൻ്റെ ഉദ്ഘാടനം നമ്മളൊരു മഹാഘോഷമാക്കി നടത്തി. നമുക്ക് ഇന്ന് ഏതെങ്കിലും കോൺഗ്രസ് ഓഫീസിൻ്റെ ചുമരിൽ ഒരു മുസ്ലിം ലീഗ് നേതാവിൻ്റെ പേരുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയാൻ സാധിക്കും, അത് കോഴിക്കോട് DCC ഓഫീസറാണ്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പങ്കെടുത്തിരുന്നു. ലീഗിൻ്റെ നേതാക്കൾ ഇസ്മായിൽ സാഹിബും റസാഖ് മാഷൊക്കെ വന്നത് എങ്ങനെയാണെന്നറിയോ? ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം ഒരു കെട്ട് മധുരമായിട്ടാണ് ഫാത്തിമ വന്നത്. നീ ജയിച്ചിട്ട് ഞങ്ങൾക്കൊരു മധുരം തന്നിട്ടില്ല എന്ന് വലിയൊരു കെട്ട് മധുരമായിട്ടാണ് അവർ വന്നത്. അത് വന്ന് ഞങ്ങൾ തമ്മിൽ ആത്മബന്ധം, എല്ലാ പരിപാടിയും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു DCC ഓഫീസിൽ നിന്ന് നമ്മുടെ പ്രവൃത്തി. അത് ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത്, ഇത് K കരുണാകരൻ്റെ ഓർമ്മ തുടിക്കുന്ന മന്ദിരമാണ്. ഇവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിലുള്ള ഹാളുമുണ്ട്. ഈ മന്ദിരത്തിൽ വെച്ച് ഇനി കോഴിക്കോട്ടെ കോൺഗ്രസ് വിജയത്തിൻ്റെ ഗാഥ മാത്രമേ രചിക്കുകയുള്ളൂ എന്ന് നിങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞു. പിന്നീടാണ് ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ ഒരു തർക്കവുമില്ലാത്ത വർഷമായിരുന്നു വർഷം. ഒന്നിൽ തർക്കങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾ രമ്യമായി ഓരോ ദിവസവും പരിഹരിച്ച് പോയി. അങ്ങനെ റിസൾട്ട് വന്നു. ഞങ്ങൾ ആദ്യമേ കൊടുത്തത് 70 പഞ്ചായത്തിൻ്റെ 35 ജയിക്കും, ജില്ലാ പഞ്ചായത്ത് ജയിക്കും,
കോർപ്പറേഷൻ നെക്ക് ടു നെക്ക് ആവും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് 44 പഞ്ചായത്ത് ജയിച്ചു. കോർപ്പറേഷൻ ചുണ്ടിനും കപ്പിലും നഷ്ടപ്പെട്ടു. അതിലൊരു കൗൺസിലറാണ് പ്രിയപ്പെട്ട ഫാത്തിമ. അന്ന് കോർപ്പറേഷൻ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പം പേരാമ്പ്ര സ്ഥാനാർത്ഥിയായി വരില്ലായിരുന്നു, കാരണം അവിടെ എന്തെങ്കിലും പദവി കിട്ടിപ്പോയേനെ. ഏതായാലും അങ്ങനെ വന്നത്. അന്ന് ഞാൻ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് DC സംബന്ധിച്ചു ഞാൻ പറഞ്ഞു എന്താണ് എടുത്തത്. ഞാൻ ഒരു അടുത്ത ലക്ഷ്യം 13 ഔട്ട് ഓഫ് 13 ആണെന്ന്. അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇസ്മായിൽ സേബ് റസാഖ് മാഷൻ കടന്നു വരുന്നത്. അവരോട് പറഞ്ഞു 13-ൽ 13. അപ്പോൾ ഒറ്റ വ്യത്യാസമുള്ളൂ, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഇവർ മലയാളത്തിൽ പറഞ്ഞു. ചർച്ച ചെയ്തതാണ്. ആ പ്രവർത്തനവുമായി ശക്തമായി മുന്നോട്ട് പോയി. ഇപ്പം നമ്മൾ ജയിച്ച ഒരു കാര്യം നമ്മൾ ഓർത്താൽ മതി. അഭിവൃദ്ധനായ പാണക്കാട് തങ്ങളുടെ വാക്കുകളുണ്ട്, നമ്മൾ ജയിച്ചതല്ല, ജനം ജയിപ്പിച്ചതാണ്. സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ജനത്തിൻ്റെ നായകരല്ല, ജനത്തിൻ്റെ ദാസരാണ്. അത് ഞങ്ങൾ എന്നും നെഞ്ചിലേൽക്കുന്നു. ഈ നാടെന്ന് പറഞ്ഞത് എന്നും എൻ്റെ ദൗർബല്യമാണ്. ഈ നാട്ടുകാരുടെ സുഹൃത്തുക്കളാണ്. ഈ നാട്ടുകാർ ഓരോരുത്തരും എൻ്റെ കുടുംബാംഗങ്ങളാണ്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ MLA ആയി പതിവന്ന് ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇനി നമ്മുടെ നാടിൻ്റെ കാര്യം ഒരു സംശയവുമില്ല, ഫാത്തിമ തെഹ്ലിയോടൊപ്പം നിന്ന് ഈ നാടിൻ്റെ കീഴിലുള്ള വികസനത്തിന് ഞാനും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഈ നാടിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഏതായാലും ഫാത്തിമ തെഹ്ലിയും ഞാനും മുൻകൈയെടുത്ത് വരുന്ന അകലാപ്പൊഴി ടൂറിസം പദ്ധതിയിലെ ഒരു ഡെസ്റ്റിനേഷൻ വരുന്നത് നമ്മുടെ പഞ്ചായത്തിലാണ്. ഈ സംസ്ഥാനത്തിൻ്റെ ടൂറിസം മാപ്പിൽ കീഴരിയൂരിന് ആദ്യമായി സ്ഥാനം ലഭിക്കാൻ പോവുകയാണ്. ഈ മണ്ണെന്ന് പറയുന്നത് പോരാട്ടത്തിൻ്റെ മണ്ണാണ്. ഇന്ന് രാവിലെ എൻ്റെ പരിപാടി കിറ്റ് ഇന്ത്യ സ്മാരകത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അവിടെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേമഞ്ചേരിയും കീഴരിയൂരും പോരാട്ട വീരത്തിൻ്റെ കഥ പറയുന്ന നാടാണെന്ന്. ഈ കീഴരിയൂരിലെ ഐതിഹാസികമായ സമരത്തിൻ്റെ ചരിത്രമോതുന്ന ഒരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ഈ സർക്കാരിൻ്റെ കാലത്ത് നമ്മളിവിടെ കൊണ്ടുവരും എന്ന് പറയുന്നു. അത് മുൻകൈ എടുക്കാൻ ബഹുമാനപ്പെട്ട MLA ഞാൻ അഭ്യർത്ഥിക്കുന്നു, മുൻകൈ എടുക്കാൻ ഞങ്ങൾ സഹായിക്കണം. രണ്ടാമത് റോഡിൻ്റെ കാര്യം ശിവമാഷ് പറഞ്ഞു. നാലാമത്തെ ഒരു കാര്യം സർ, ഞാൻ ഈ MLA തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഞാൻ അവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിനോട് നിവേദനമുണ്ട്, നമ്മുടെ പാലത്തിൻ്റെ ഒരു പേരിടാൻ. അത് മറ്റാരുടെയുമല്ല, AV ഹാജിയുടെ പേരിടാൻ. ഈ പാലത്തിന് വേണ്ടി തുടക്കം മുതൽ ശ്രമിച്ചൊരു നേതാവാണ് AV ഹാജി MLA. അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഈ നമ്മുടെ കീഴരിയൂരിലെ ചരിത്ര മ്യൂസിയം അറിയപ്പെടേണ്ടത് കീഴരിയൂർ ബോംബ് പ്രതിയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവിൻ്റെ പേരിലായിരിക്കണം എന്നൊരു അഭ്യർത്ഥനയും വെച്ചിട്ടുണ്ട്. കീഴരിയൂരിലെ വികസനം ഒരു സംശയവും വേണ്ട, ഞങ്ങൾ ഉറപ്പുവരുത്തും. ഏതെങ്കിലും തരത്തിലുള്ള അവഗണന ഈ ഗ്രാമത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഗ്രാമം പരിഗണനയുടെ പട്ടികയിലേക്ക് നീങ്ങുമെന്ന ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇന്ന് കീഴരിയൂർ ആർക്കും വേണ്ടാത്ത ഇടമാണെങ്കിൽ, ഇന്ന് കീഴരിയൂർ ആരും തേടി വരാത്ത ഇടമാണെങ്കിൽ, ഇന്ന് കീഴരിയൂർ ഏതെങ്കിലും തരത്തിലുള്ള അവഗണന ഇടമാണെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ച് നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഇത് നമ്മൾ ഈ 5 വർഷം കൊണ്ട് കീഴരിയൂരിനെ സമസ്ത മേഖലയിൽ നിന്നും ആളുകൾ തേടിയെത്തുന്ന ഇടമാക്കി മാറ്റുമെന്ന ഉറപ്പ് നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് വിട്ടുപോയ മഹാരഥന്മാരുണ്ട്. ഈ യാത്രയിൽ ഒരുപാട് സ്നേഹം തന്ന, ഇഷ്ടം തന്ന, ലാളന തന്ന, ഒരുപാട് വാത്സല്യം തന്ന മഹാരഥന്മാരൊന്നും ഇല്ലാത്തതിൻ്റെ ദുഃഖം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ആ മഹാരഥന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ നാടിനെ ചരിത്രത്തിൻ്റെ ഭൂമിയാക്കി മാറ്റിയ കീഴരിയൂർ ബോംബ് കേസിലെ പ്രതികളുടെ ഓർമ്മയ്ക്ക് മുമ്പിലും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു. നമസ്കാരം. ജയ്.